ഇന്ന് നമ്മുടെ പപ്പയുടെയും മമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങളിപ്പോ സ്റ്റേ കൊച്ചിയിലാണ് ഉള്ളത്. അപ്പൊ ഞങ്ങളിത് രാവിലെ റെഡി ആയി പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഫ്രണ്ട്സ്. നമുക്ക് നേരെ എവിടെയെങ്കിലും പോവാം. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഇന്ന് 2 മണി to 4 മണി ക്രൂയിസ് ഷിപ്പിന് പോകുന്നുണ്ട്. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഉള്ളൊരു ആഗ്രഹമായിരുന്നു ക്രൂയിസ് ഷിപ്പിന് പോവാന്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പറ്റിയില്ല വന്നപ്പോ. ചെറിയ ഷിപ്പ്. ഈ വണ്ടിയിൽ നമ്മൾ ആദ്യമായിട്ടല്ലേ കയറണേ. നല്ല വണ്ടി. ഫ്രണ്ട്സ്, നമ്മൾ എടപ്പള്ളിയിലെത്തി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറുകയാണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ എടപ്പള്ളി ചർച്ചിലോട്ട് പോവാണ്. ഫ്രണ്ട്സ്, ഞങ്ങള് പള്ളിയിലെത്തി. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം. അതെ അതെ. ഇവിടെ കുറച്ചു മുന്നേ നല്ല തിരക്കുണ്ടായിരുന്നു ഫ്രണ്ട്സ്. കുർബാന കഴിഞ്ഞു പോകണം. ഊബറെത്തി. നമ്മൾ ഇനി നേരെ മറൈൻ ഡ്രൈവിലേക്കാണ് പോണത്. ഫ്രണ്ട്സ്, നമ്മളെ ബോട്ട് വരുന്നു. ഷിപ്പ്. പാസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രൂസിന്റെ ലെഫ്റ്റ് സൈഡിൽ നേരെ നോക്കിയാൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഒരുപാട് ചുവന്ന കളർ ട്രെയിനുകൾ കാണാം. ക്രൂസിന്റെ ലെഫ്റ്റ് സൈഡിൽ അതാണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് വരുന്നത്. ഇന്ത്യയുടെ യുദ്ധവിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് മുതൽ കൊച്ചിൻ വാട്ടർ മെട്രോ വരെ നിർമ്മിച്ചത് ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ചൂടുണ്ട് കേട്ടോ. കടലിലോട്ട് ഇറങ്ങി തുടങ്ങിട്ടോ. അല്ല, അവിടെ നമ്മൾ മെറൈൻ ഡ്രൈവിൽ കേറിയില്ലേ, ഇവിടേക്ക് കേറിയില്ല. അപ്പം അവിടെ വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്
ഫ്രണ്ട്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വീട്ടിൽ കാണാൻ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ആയിട്ട് വന്നതാ. അമ്മമ്മ വീഡിയോ കോൾ വിളിക്കുന്നത് എല്ലാവരും സുഖമാണ്. ഫ്രണ്ട്സ് മോളില് ഗാനമേള തുടങ്ങിയിരിക്കുന്നു. ഇത്രയോ ജന്മം നമ്മളെ പുറകിൽ രണ്ടാൾക്കാരുണ്ട്. അവരവിടെ ഉള്ളിൽ അമ്മയ്ക്ക് പാടണോ? അമ്മേന്റെ പണ്ടത്തെ റിംഗ്ടോണാണ്. പണ്ടത്തെ ഫോണിന്റെ വർഷം 17 പോയി. ആഘോഷം പാട്ടൊക്കെ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്തോളൂ. ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കടലിൽ വരുമ്പോൾ കടൽ ആസ്വദിക്കണം. നമ്മള് അറബിക്കടലിലോട്ട് കയറി. അറബിക്കടലിൽ അങ്ങ് ദൂരെ കര കാണാൻ കടലിന് വേണ്ടി താറാവോ കടലിലോ. നല്ല രസമാണ് നിൽക്കാൻ. പക്ഷെ ഇങ്ങനെ ആടി ആടി പോകുന്നത് മൊബൈൽ കയ്യിലുണ്ട്. ഒഴിഞ്ഞടിച്ച് പോകുന്നത്.
Okay, so we thank each and every one of you for joining with us today. Okay. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളെ ക്രൂയിസ് ബോട്ടിലത്തെ യാത്രയൊക്കെ കഴിഞ്ഞ അടിപൊളിയായിരുന്നു. 2 മണിക്കൂർ ഡീജൽ ആ സെക്കൻഡ് ഹാഫ് നല്ല, നമ്മൾ സിനിമേന്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പറയില്ല, അതേപോലെ തന്നെ ഇതിന്റെ സെക്കൻഡ് ഹാഫ് നല്ല രസമായിരുന്നു. ഡീജ മുതൽ ഞങ്ങള് കടൽ ആസ്വദിച്ച് പുറത്തു നിന്നു. ആ സമയത്ത് കുറെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, ബർത്ത്ഡേ പാർട്ടി ഒന്നും ഉണ്ടായിരുന്നു. ജസ്റ്റ് കയറിയിട്ട് ഇറങ്ങി പോന്നു. അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. നിങ്ങള് എല്ലാരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഇതിന്റെ പേര് മിന ക്രൂയിസ് ബോട്ടാണ്. അപ്പൊ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇത് പ്രൊമോഷനൊന്നല്ല കേട്ടോ, നല്ലതായതുകൊണ്ട് പറഞ്ഞു. എന്നാൽ നമുക്ക് പുറത്തോട്ട് പോവാം. എല്ലാരും പുറത്തിറങ്ങും. ഇനി ആ പുകയ്ക്കൊന്ന് എടുത്തിട്ട് വേണമല്ലോ അവർക്ക് അടുത്താണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ പൊമഗ്രാനൈറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി. അപ്പം ഇനി മോളുടെ ആഗ്രഹപ്രകാരം ഒന്ന് ലുലു മാളിലൊന്ന് കയറണം. ഇത്രേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. ലുലു മാളിലൊന്ന് കയറണം, പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നു അല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ ലുലു മാളിലെത്തി. അവിടെയൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ പിന്നെ കൊറേ റൈഡ് ഉണ്ട്. ഞാൻ ട്രെയിനിൽ കയറാൻ പോവാണ്. Until something better came along. ഞാന് വെറുതെ തിരിച്ചാട്ടോ, പിന്നെ നിർത്താൻ പറ്റില്ല. പിന്നെ മറ്റേ സൈഡിൽ തിരിച്ച് Tear it down as soon as we wake up. Promise you the world tonight. Show you what I've got. Your body speaks my language and you read me like a book. This night means forever and so does me and you. ഫ്രണ്ട്സ്, ഞാനിവിടെ കപ്പ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ദിയമോൾ എന്താ ഓർഡർ ചെയ്തത്? സബ്സ്ക്രൈബറാണ് കേട്ടത്. പാവ് ബജി, വടാപാവ്. അപ്പോൾ ഞങ്ങൾ പൈസ കാർഡിൻ്റെ എല്ലാം തീർത്തു. ഇനി 100 രൂപയുടെ താഴെ എന്തോ ഉണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ മോള് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കുറേ ആൾക്കാരുണ്ടാണല്ലോ. ഞങ്ങളങ്ങനെ ലുലു മാളിന്ന് തിരിച്ച് റൂമിലെത്തി. എല്ലാ ഫോണും ചാർജ് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു, എല്ലാ ഫോണും. അപ്പം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതൊന്നും. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഊബർ വിളിക്കാനും ചാർജ് ഇല്ല. എന്നിട്ട് ഈ ഫോണില് ഇപ്പൊ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഫോണിൽ സിം ഇല്ല. എന്നിട്ട് പപ്പേന്റെ സിം ഊരി ഈ ഫോണിലിട്ട് ഒരു വിധത്തിലാണ് ഊബർ വിളിച്ച് ഞങ്ങളിപ്പോ ജസ്റ്റ് റൂം. നിങ്ങൾ വേറെ ഹോട്ടലാണോ ചോദിക്കുക? അല്ല, സെയിം ഹോട്ടലാണ്. റൂം ജസ്റ്റ് ചേഞ്ച് ചെയ്ത് ഒന്ന് വലിയ റൂം എടുത്തുള്ളൂ. മറ്റേ ചെറിയ റൂമായിരുന്നു. നമ്മൾ ആകെ ക്ഷീണിച്ചു അല്ലേ? സമയം ടൈറ്റൻ വാച്ചിലാ കാണിക്കുന്നേ. സമയം 10:45. 10:45. 10:45. അപ്പൊ ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചു. 7:30 ആയപ്പോ തന്നെ അവിടെ ഫുഡ് കഴിച്ചു. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 7:30 തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. അപ്പൊ പിന്നെ ഇന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞു 7:30 തന്നെ.
ഇനിയിപ്പോ നേരെ ഇല്ല, ആർക്കും വിശക്കണില്ല. അപ്പൊ ഫ്രണ്ട്സ് നാളെ നാളെ പതുക്കെ എണീറ്റാ മതിയില്ലേ? എന്തായാലും നാളെ ക്ലാസ് ഇല്ല, ക്ലാസ് പോകുന്നില്ല, പോകാൻ പറ്റൂല. ഇതിനോട് എത്തിയാൽ മതി. എന്തായാലും ചെക്കൗട്ട് 12 മണിക്കാണ്. ആ ടൈം ആകുമ്പോൾ പതുക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പോകുന്നതാണ്. ഫ്രണ്ട്സ് അപ്പം വെഡിങ് ആനിവേഴ്സറി ഒക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു. മാത്രം മുറിച്ചു. അതെ, ദിയമോളിന്ന് വണ്ടിയിലിരുന്ന് ഇങ്ങനെ പറയുന്നു, അമ്മ കേക്ക് നമുക്ക് ഓർഡർ ചെയ്താലോ കേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ഞ് നമ്മൾ ഇത്രയും എൻജോയ് ചെയ്തില്ലേ, അപ്പൊ ഇന്ന് കേക്കിലൊന്നും കാര്യമില്ല. അമ്മ പറഞ്ഞത് എന്താ നമ്മള് പാർക്കില് പോയി അതെ അതെ. അപ്പം നല്ല എൻജോയ് ചെയ്തു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി ഇപ്പൊ വീണ്ടും വരുന്നതായിരിക്കും. അപ്പത്തെ എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ.